2014 മുതൽ പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ബാങ്കാണ് IDFC ബാങ്ക്. IDFC ബാങ്ക് നിരവധി വായ്പാ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ടതാണ് IDFC ബാങ്കിന്റെ പേഴ്സണൽ ലോൺസ്. ഫസ്റ്റ് മണി എന്ന സ്മാർട്ട് പേഴ്സണൽ ലോൺ ആണ് നിലവിൽ IDFC ബാങ്ക് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വായ്പയുടെ പ്രത്യേകതയാണ് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നൽകേണ്ട, അർഹതപ്പെട്ടവർക്ക് 2 മണിക്കൂറിനുള്ളിൽ വായ്പ ലഭ്യമാകും, പൂർണ്ണമായിട്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കും, കൂടാതെ ഫോർക്ലോസർ ചാർജും ഇല്ല എന്നുള്ളതും ഇതിന്റെ വലിയൊരു സവിശേഷതയാണ്. ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, എന്തുമാത്രം ഡോക്യുമെന്റ്സ് നൽകണം, അതുപോലെ ഇതിന്റെ പലിശ നിരക്ക്, അതുപോലെ തിരിച്ചട കാലാവധി തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം പേഴ്സണൽ ലോൺസിന്റെയും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസിന്റെയും എഡ്യൂക്കേഷൻ ലോൺസ്, ഹോം ലോൺസ്, അങ്ങനെ നിരവധി ലോണുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് യഥേഷ്ടം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്. എന്റെ പേര് ക്ലിൻസ് രാജമണിവളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. IDFC ബാങ്കിന്റെ സ്മാർട്ട് പേഴ്സണൽ ലോണിൽ 5000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് വായ്പ ഇനത്തിൽ നൽകുന്നത്. ഈ സ്മാർട്ട് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ലൈൻ ലോൺ ആണ്. ഈ ക്രെഡിറ്റ് ലൈൻ ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രെഡിറ്റ് കാർഡ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാങ്ക് ഒരു ലിമിറ്റ് നൽകും. 5000-നും 10 ലക്ഷത്തിനും ഇടയിൽ ഒരു തുകയാണ് ബാങ്ക് ലിമിറ്റായിട്ട് നൽകുന്നത്. ഈ ലിമിറ്റിനുള്ളിലുള്ള തുക നമുക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം നമ്മൾ പലിശ സഹിതം EMI ആയിട്ട് പിറ്റേ മാസം മുതൽ തിരിച്ചടച്ചാൽ മതി. മുഴുവൻ തുകയും തിരിച്ചടച്ചതിന് ശേഷം ആ ലിമിറ്റ് നമുക്ക് പിന്നെയും കിട്ടുന്നതാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ലിമിറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയിലുള്ള ഒരു തുക എടുക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ലിമിറ്റിൽ നിന്ന് പിൻവലിച്ചതെങ്കിൽ 5 ലക്ഷം രൂപയ്ക്കുള്ള പലിശയും അതിന്റെ EMI മാത്രം നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. ഈ വായ്പയുടെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.99%-നും 23.99%-നും ഇടയിലാണ്. നമ്മുടെ സിബിൽ സ്കോർ അനുസരിച്ചാണ് ബാങ്ക് പലിശ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ പ്രോസസിംഗ് ഫീസ് നമ്മൾ എടുക്കുന്ന വായ്പയുടെ 2% പ്രോസസിംഗ് ഫീസ് ആയിട്ട് ബാങ്ക് ഈടാക്കുന്നത്. പിന്നെ ഫോർക്ലോസർ ചാർജ് ഇല്ല, അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഫോർക്ലോസർ എന്ന് പറയുന്നത് നമ്മൾ വായ്പ എടുത്തതിന് ശേഷം എപ്പം വേണമെങ്കിലും നമുക്ക് മുഴുവൻ തിരിച്ചടയ്ക്കാം. തിരിച്ചടച്ചാൽ നമുക്ക് അതിനുള്ളൊരു ഫൈനോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ വായ്പ ലഭ്യമാകുന്നത് 21-നും 60-നും ഇടയിൽ പ്രായമുള്ള സാലറൈറ്റുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. സാലറൈറ്റുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റ് മേഖലയോ ഗവൺമെന്റ് മേഖലയിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ വായ്പ ലഭ്യമാകും. പിന്നെ 750-ന് മുകളിലെങ്കിലും സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഈ എന്താണ് സിബിൽ സ്കോർ, എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 750-ന് മുകളിൽ സിബിൽ സ്കോറും അതുപോലെ തന്നെ നിങ്ങൾ സാലറൈറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ ഈ വായ്പ നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. ഈ വായ്പയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും വേണ്ട രേഖകൾ. ഈ വായ്പ ഇനി ഓൺലൈൻ വഴി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറും IDFC ബാങ്കിന്റെ. അവിടെ 3ാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പേഴ്സണൽ ലോൺ എന്നുള്ളത് കാണുവാൻ സാധിക്കും. പേഴ്സണൽ ലോണിന്റെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്ലൈ നൗ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യണം, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ഓക്കെ, കാരണം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ അവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ ഇത്ര ലോൺ ഓഫർ ഉണ്ട് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും കാണും. അതിൻ്റെ തിരിച്ചടവ്, പ്രോസസിംഗ് ഫീസ് എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സിബിൽ സ്കോറിനും പ്രതിമാസ വരുമാനം അടിസ്ഥാനമാക്കിയാണ് എന്തുമാത്രം ലിമിറ്റ് നൽകണമെന്ന് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. നല്ലൊരു സിബിൽ സ്കോറും നല്ല പ്രതിമാസ വരുമാനം ഉള്ളവർക്ക് നല്ലൊരു ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കും. അതിനുള്ള തുക നിങ്ങൾക്ക് പിൻവലിക്കുവാനും സാധിക്കും. എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. തിരിച്ചടച്ചില്ലെങ്കിൽ സിബിൽ സ്കോർ കുറയും. അവർ നിയമപരമായിട്ട് നിങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഫോൺ കോൾസ് വരും. അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. ഇപ്പോൾ ഈ ലോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ IDFC ബാങ്കിന്റെ ശാഖയായിട്ട് ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ